മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗവും ജില്ലാ കമ്മിറ്റിയും മലപ്പുറത്ത് ആരംഭിച്ചു. കോൺഗ്രസുമായുള്ള തർക്കം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയുണ്ടാക്കിയ സാഹചര്യത്തിലാണ് യോഗം നടക്കുന്നത്. വിശദാംശങ്ങളുമായി കെ.ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി തന്നെയാണ് മലപ്പുറത്തും പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ലീഗിന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറെ നിർണായകമായ യോഗം നടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും നടക്കും. മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസുമായി നേരിട്ട് മത്സരിച്ച മലപ്പുറം ജില്ലയിൽ UDFന് 45 പഞ്ചായത്തുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ബാക്കി 27 LDFും മറ്റിടത്ത് ലീഗ് വിരുദ്ധ മുന്നണിയുമാണ് അധികാരത്തിലുള്ളത്. കൊണ്ടോട്ടി നഗരസഭയിൽ മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വമുണ്ടായിരുന്ന കൊണ്ടോട്ടി നഗരസഭ ലീഗിനെ കൈവിട്ടു. അതുപോലെ പരപ്പനങ്ങാടിയും മുസ്ലിം ലീഗിനെ കൈവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. മലബാറിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകരുന്ന ഒരു സാഹചര്യം പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ലീഗ് ഭരിച്ചിരുന്ന മണ്ണാർക്കാടും കോട്ടോപ്പാടവും അലനല്ലൂരും കാഞ്ഞിരപ്പുഴയും UDFന് നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും മലപ്പുറം ജില്ലയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ പാലക്കാട് ലീഗിനകത്ത് റിബലുകൾ തന്നെയാണ് പരാജയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് മറ്റു UDFന് പുറത്തുള്ള കക്ഷികളുമായി സഖ്യമുണ്ടാക്കുകയും മതേതര മുന്നണി, ജനകീയ വികസന മുന്നണി എന്നൊക്കെ പേരിൽ മത്സരിക്കുകയും ലീഗിന് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജില്ലയിൽ ഇനി UDFുമായി കോൺഗ്രസുമായി ഒരുമിച്ച് പോകേണ്ട എന്നൊരു നിലപാട് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും പുറത്ത് വലിയ വിവാദമുയർത്താതെ സഹകരിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്താനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതോടെ മാനസികമായി ഇരു പാർട്ടികളും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. ഏതായാലും വലിയ തർക്കങ്ങൾ കോൺഗ്രസുമായുള്ള ബന്ധത്തെ ചൊല്ലി ലീഗിൽ വലിയ തർക്കങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നത് തന്നെ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സുരേഷ്, സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തടക്കം സൗഹൃദ മത്സരം എന്ന് പറയുമ്പോഴും ആ സൗഹൃദ മത്സരം അത്ര സൗഹൃദത്തിലല്ല എന്ന രീതിയിൽ തന്നെയുള്ള വിലയിരുത്തലുകൾ, അത്തരം അഭിപ്രായങ്ങൾ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില നേതൃത്വങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അത് ചിലർ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് UDFിലെ പ്രധാന സഖ്യകക്ഷിയായ ലീഗ് കടുത്ത വിമർശനം തന്നെയായിരിക്കുമോ ഈ യോഗത്തിൽ ഉണ്ടാക്കുക? അതോടൊപ്പം തന്നെ KM മാണി അടക്കമുള്ളവരുടെ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് UDF പരാജയം ഏറ്റുവാങ്ങുമ്പോഴും ഒരു പരിധിവരെ UDFിനെ താങ്ങി നിർത്തിയത് കേരള കോൺഗ്രസ് M ആണ് എന്ന രീതിയിലുള്ള KM മാണിയുടെ പരാമർശങ്ങളടക്കം ലീഗിനെ ചുടിപ്പിച്ചിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ വിലയിരുത്തപ്പെടുമോ? സുരേഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ അകൽച്ചയുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു 5-8 പഞ്ചായത്തുകളിൽ മാത്രമായി ചുരുക്കാനാവും. അത്തരം പഞ്ചായത്തുകൾ ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വലിയ അപ്രമാദിത്വമുള്ള പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് നേരിട്ട് മത്സരിച്ചാൽ തന്നെ വലിയ ഒരു ക്ഷീണം മുന്നണിക്ക് ഉണ്ടാവില്ല എന്നൊരു വിലയിരുത്തലിലായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഇത് 24 പഞ്ചായത്തുകളും 2 നഗരസഭയും 1 ബ്ലോക്ക് ഡിവിഷനും വരെ ഇത്തരത്തിൽ വിഭാഗീയമായി നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് മൃഗീയമായ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്ന, ഒന്നുകിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ലീഗിനോ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മേഖലയായിരുന്നിട്ട് പോലും കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഏൽക്കുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക്, ഇരു കക്ഷികളും തമ്മിലുള്ള ഒരു വലിയ അകൽച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. മിക്കവാറും പഞ്ചായത്തുകൾ, മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് പഞ്ചായത്തുകൾ 5-6 പഞ്ചായത്തുകൾ ലീഗിന് അധികാരം നഷ്ടമായി. ഏതായാലും കൊണ്ടോട്ടി നഗരസഭയും പരപ്പനങ്ങാടിയും നഷ്ടമായത് വലിയ ചർച്ചയുണ്ടാക്കുകയാണ്. അത് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനായി മറ്റ് കക്ഷികളുമായി, UDFന് പുറത്തുള്ളവരുമായി ഒരു മുന്നണിയുണ്ടാക്കി, മതേതര മുന്നണി എന്ന പേരിലും പരപ്പനങ്ങാടിയിൽ ജനകീയ വികസന മുന്നണി എന്ന പേരിലും മുന്നണിയുണ്ടാക്കി ലീഗിനെ തളയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇത് വിജയിക്കുകയും ചെയ്തു. ഇത് മലപ്പുറത്ത് ലീഗിന് വലിയ ക്ഷീണമുണ്ടായി. അതുപോലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷത്തിന് 8
സീറ്റ് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഈ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ൽ കോൺഗ്രസുമായുള്ള സഹകരണത്തെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ ഇന്നത്തെ യോഗത്തിൽ നടക്കും. സുരേഷ്.